കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇവാനിയൻ വഴി എന്ന ധ്യാന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ പ്രഭാഷണങ്ങളിലായി നമ്മൾ ഇവാനിയൻ ധ്യാന പരമ്പരയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും അതിൻ്റെ അന്തർധാരകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ടായി. ഈ പ്രഭാഷണം മുതൽ നമ്മൾ ആ ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ധ്യാനത്തിൻ്റേതായ എല്ലാ ഒരു മൂഡോട് കൂടെ, അല്ലെങ്കിൽ എനിക്ക് ധ്യാനിക്കണം, ഈ വഴിയിലൂടെ എനിക്ക് നടക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ഫീലോടുകൂടെ നമ്മൾക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആത്മാവിനെ തൊട്ടറിയാൻ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും കത്തോലിക്ക സഭയെ സ്നേഹിച്ച് അതിൻ്റെ കൂട്ടായ്മയിൽ ഭാഗമാകുകയും ചെയ്ത കറതീർന്ന ഒരു യേശു ശിഷ്യനായിരുന്നു ദൈവദാസൻ മാർ ഇവാനിയോസ്. ഈ വലിയ മനുഷ്യൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു. ഉത്തമ സന്യാസിയായിരുന്നു. തൻ്റെ സന്യാസ ജീവിതത്തിൽ ജന്മം കൊടുത്ത 2 ആധ്യാത്മിക സഭകൾ സ്ഥാപിക്കാനുള്ള അനുഗ്രഹവും ദൈവം ഈ വലിയ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. കറതീർന്ന ഒരു ഭക്തനായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു. അതിനേക്കാൾ ഉപരി അറിവോടും ആത്മാവോടും കൂടെ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കരുണ നിറഞ്ഞ ഒരു പുരോഹിതനായിരുന്നു. ദേവദാസൻ മാർ ഇവാനിയോസിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ അവസാനിക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ തലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒട്ടേറെ പറയാനുണ്ട്. താല്പര്യമുള്ളവർ ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റിലോ ഒക്കെ മാർ ഇവാനിയോസ് എന്ന് അടിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഈ വലിയ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വലിയ മനുഷ്യൻ്റെ വിഷൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. അദ്ദേഹത്തെ അറിയും തോറും നമ്മൾക്ക് ഇങ്ങനെ ഒരു ചിന്ത കയറി വരാം: അങ്ങനെ ഒരാൾ നമ്മുടെ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു, അദ്ദേഹം ശ്വസിച്ച വായു ശ്വസിക്കാൻ ദൈവം നമുക്ക് സൗഭാഗ്യം തന്നു എന്നുള്ള വലിയൊരു ഫീലിങ്ങിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതായിരിക്കും. അദ്ദേഹം തുടക്കം കുറിച്ച ഈ പുനരൈക്യ പ്രസ്ഥാനത്തെക്കുറിച്ച് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിലടങ്ങിയിരിക്കുന്ന ഒരു ആധ്യാത്മികത, അത് അദ്ദേഹത്തിലൂടെ പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തിയതാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും. മലങ്കരയെ സംബന്ധിച്ചിടത്തോളം ഇവാനിയൻ വഴി തങ്ങളുടെ സ്നേഹനിധിയായ പിതാവിൻ്റെ ആത്മാവിനെ കൂടുതൽ അറിയുന്നതിനും അതുവഴി ഈ കൊച്ചു സഭയ്ക്ക് ആഗോള സഭയോടുള്ള ഉത്തരവാദിത്വവും അല്ലെങ്കിൽ മിഷൻ ചൈതന്യത്തെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവിന് ഉതകും. അതുവഴി മാർ ഇവാനിയോസ് പിതാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ദൈവസേവനത്തെക്കാൾ ദൈവസമ്പാദനം ശ്രേഷ്ഠം എന്ന ഒരു ആധ്യാത്മികതയിലേക്ക് വളരാൻ അവരെ സഹായിക്കും. മലങ്കര സഭയിലെ മക്കളല്ലാത്ത മറ്റുള്ളവരും ഈ ഇവാനിയൻ വഴി കേൾക്കും, അല്ലെങ്കിൽ ഇവാനിയൻ വഴിയിലൂടെ ആ ആധ്യാത്മിക ദർശനത്തെ കൂടുതൽ അറിയുന്നതിന് ശ്രമിക്കും എന്ന് കരുതുന്നു. അവർക്കൊക്കെ പുനരൈക്യം എന്ന രക്ഷാകരമായ തിരുത്തലിലേക്കുള്ള ആഴത്തിലുള്ള അറിവായിട്ടും ദൈവസ്വഭാവത്തിൽ പങ്കാളികളാകാൻ, നമ്മൾ പ്രാപിച്ച രക്ഷയുടെ ആഴങ്ങളെ തിരിച്ചറിയാൻ ദൈവസേവനത്തെക്കാൾ ദൈവസമ്പാദനമാണ് അഭികാമ്യമെന്നുള്ള വലിയൊരു ആധ്യാത്മിക ദർശനത്തിലേക്ക് ചെന്നെത്താൻ തീർച്ചയായും അത് നമ്മെ എല്ലാവരെയും സഹായിക്കും. നമ്മൾ ഇങ്ങനെ സങ്കല്പിക്കുക: നമ്മൾ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി ഒന്നിച്ചു കൂടിയിരിക്കുന്നു.
ഒരു പിക്നിക്കിന് പോകാനോ അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാനായിട്ടൊക്കെ നമ്മൾ പേരെഴുതിയതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വന്നെത്തി നിൽക്കും. അവിടെ നിന്നാണ് യാത്ര തുടങ്ങുക. ഇവാനിയൻ യാത്രയിലൂടെ അല്ലെങ്കിൽ ഇവാനിയൻ ആധ്യാത്മിക ദർശനത്തിലൂടെ ഒരു യാത്ര പുറപ്പെടുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുന്നത്. നമ്മളിപ്പോൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് കരുതുക. ഏത് ഒരു പോയിന്റിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്? കാരണം യാത്രയുടെ തുടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ചിലർ പറയുന്നത് പോലെ അത് ചന്ദ്രനിലേക്കുള്ള യാത്ര ആയിക്കോട്ടെ, വലിയ വലിയ സംരംഭങ്ങളിലേക്കുള്ള യാത്ര ആയിക്കോട്ടെ, ആദ്യത്തെ ഒരു പാദം വെക്കേണ്ടേ? ആ ഒരു പാദം വെക്കുന്നതിൽ നിന്നാണ് ആ യാത്ര തുടങ്ങുന്നത്. ഇവാനിയൻ വഴി എവിടെ നിന്ന് തുടങ്ങുന്നു എന്നതിനെക്കുറിച്ച് ആമുഖമായി അല്പം ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരുന്നു. അത് സഭയുടെയോ കുടുംബത്തിൻ്റെയോ വ്യക്തി ജീവിതത്തിൻ്റെയോ സ്ഥാപനങ്ങളുടെയോ ഒക്കെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അതിനെയൊക്കെ ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളാക്കി എങ്ങനെ മാറ്റാം, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇവാനിയൻ വഴി രൂപപ്പെടുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ യാത്രയുടെ ആരംഭമാണ്. നമ്മുടെ യാത്ര നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നു, ഏത് ഒരു മനോഭാവത്തിൽ നിന്നാണ് നമ്മൾ ഈ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇവാനിയൻ വഴി തുടങ്ങുന്നത് ഒരു വലിയ ആത്മനൊമ്പരത്തിൽ നിന്നാണ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് കത്തി നീറ്റലായിട്ട് പൊന്തി വരുന്ന ഒരു നിസ്സഹായതയുണ്ട്. പലരും ഈ നിസ്സഹായതയെ അടിച്ചമർത്താൻ ശ്രമിച്ച് സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വരെ മാറിപ്പോകും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിക്കുന്ന നല്ല മനുഷ്യർ, ആ നല്ല മനുഷ്യരുടെ ആത്മരോദനത്തിൽ നിന്നാണ് ഇവാനിയൻ ചിന്ത തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇരയുടെ ആത്മരോദനം എന്താണെന്നറിയോ? വിക്ടിം എന്ന് പറയും. നിസ്സഹായത, നിരാശ, തളർച്ച ഇവയൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരല്പം ഈ വഴിക്ക് ഈ ഇരയുടെ ആത്മരോദനത്തെക്കുറിച്ച്, നിസ്സഹായതയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒന്നും ചെയ്തില്ല, പക്ഷെ എൻ്റെ ജീവിതം നശിച്ചു, കുട്ടിച്ചോറായി എന്ന് ആളുകൾ പറയുന്നത് നമ്മളെല്ലാവരും സാധാരണയായി കേൾക്കാറുണ്ട്. അപ്പോൾ ഒക്കെ യോബിൻ്റെ കൂട്ടുകാരെ പോലെ, ഓ വലിയ പുണ്യാളൻ, നീ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാതെയാണ് നിന്റെ ജീവിതത്തിൽ ഇത്രയും മാത്രം പ്രശ്നങ്ങൾ വന്നിരുന്നത്, ഒന്ന് പോടെ എന്നോട് പറയാതെ എന്ന് നമ്മൾ യോബിൻ്റെ കൂട്ടുകാരെ പോലെ കളിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു മുറിവ് തോന്നുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ യോബിനെ തൻ്റെ സുഹൃത്തുക്കളോട് ഒന്നും തിരിച്ചു പറയാൻ പറ്റാതിരുന്നത് പോലെ പലപ്പോഴും നമ്മളും ഒരു നിസ്സഹായതയിൽ അവരൊക്കെ പറയുന്നത് പോലെ തന്നെയായിരിക്കും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് വലിയൊരു നിസ്സംഗതയോടെ പിന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നില്ലേ? വേട്ടയാടപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഉപജാപങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു സമാധാനവുമില്ലാത്തൊരവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയിൽ അത് നീ ചെയ്ത പാപങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ നിന്റെ പൂർവ്വകാല ജീവിതത്തിൻ്റെ കർമ്മഫലം കൊണ്ടാകാം, അല്ലെങ്കിൽ അത് നീ ചെയ്ത രഹസ്യ പാപങ്ങൾ നിന്നെ വീണ്ടും സന്ദർശിക്കുന്നതാണ്, അതിൻ്റെ പ്രതിഫലമാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് വിങ്ങുന്ന ഒരു ഹൃദയത്തോടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പരിഹസിച്ച് ചിരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ തോന്നിയിട്ടില്ലേ? ഇരയുടെ വേദന അത് വളരെ സത്യമായ മായല്ലാത്ത ഒരു യഥാർത്ഥമാണ്. ഞാനൊരു കാലം ഒത്തിച്ചിരിക്കുമായിരുന്നു. ആളുകൾ പറയും ഞാനൊന്നും ചെയ്തില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ
ഞാനും ഒന്ന് പരിഹസിച്ച് ചിരിക്കുമായിരുന്നു. ഓ വലിയ പുണ്യാളന്മാർ, ഈ ലോകത്തിലെ എല്ലാവരും പാപികളാണ്. ഈ ലോകത്തിലെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് കാരണം അവർ ചെയ്ത കർമ്മങ്ങളാണ്. ആ പാപത്തിൻ്റെ ഫലങ്ങളാണ് അവരൊക്കെ അനുഭവിക്കുന്നതെന്ന് വളരെ സരളമായിട്ട് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. ഒരിക്കൽ ഒരു കുമ്പസാരക്കൂടിൻ്റെ അപ്പുറത്ത് നിന്ന് വിങ്ങിപ്പൊട്ടുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം എന്നോട് പറഞ്ഞു, അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. എൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനയുണ്ട്. ഇപ്പോൾ സാധാരണ കുമ്പസാരം കേൾക്കുന്നത് പോലെ ഞാൻ ആ ശബ്ദത്തിനോട് പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള കർത്താവ് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും, സമാധാനം നൽകുകയും ചെയ്തു. പാപങ്ങൾ ഏറ്റു പറഞ്ഞോളൂ. പക്ഷെ കുറെ കഴിഞ്ഞിട്ടും അപ്പുറത്ത് നിന്ന് ഞാൻ ഒരു ശബ്ദവും കേട്ടില്ല. വളരെ നിശബ്ദത. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, പാപങ്ങൾ ഏറ്റു പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ നിശബ്ദതയെക്കാളും മൃദുവായ ഒരു ശബ്ദം പോലെ അപ്പുറത്ത് നിന്ന് അത് പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്ന് ചിരിച്ചു ഉള്ളിൽ. പിന്നീട് അവരെ സ്നേഹത്തോടെ പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞു, പാപം ഏറ്റു പറയാനില്ലെങ്കിൽ പോയിക്കോളൂ. കുറച്ചുകൂടി അനുതപിച്ച് ഒരുങ്ങി പാപങ്ങളൊക്കെ ക്രമമായി ഓർത്തതിന് ശേഷം തിരിച്ചു വന്ന് കുമ്പസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചെറിയൊരു ഉപദേശവും കൊടുത്തു. വലിയൊരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് വേദനയോടുകൂടെ ആ ശബ്ദം അകന്നകന്നു പോകുന്നത് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ ഇവാനിയൻ പൗരോഹിത്യത്തെക്കുറിച്ചും പിതാവിൻ്റെ ചിന്തകളിലെ കരുണയെക്കുറിച്ചും കുമ്പസാരക്കൂടിൻ്റെ ആഴങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഒരു പൊട്ടനാണെന്ന് തോന്നി. കുമ്പസാരക്കൂടിൻ്റെ ആഴം അളന്നവനാരാ? ചാനൽ ചർച്ചകളിൽ ഒരുപക്ഷെ ആ കുമ്പസാരക്കൂടിൻ്റെ നീളവും വീതിയും ഒക്കെ അളക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മുടെയൊക്കെ പാപത്തിന് ഉത്തരമായിട്ട് വരുന്ന, കരുണയായിട്ട് പെയ്തിറങ്ങുന്ന കർത്താവിൻ്റെ കരുണയുടെ ആഴങ്ങൾ ആര് കണ്ടു? അതൊരു പക്ഷേ ഒരു പുരോഹിതനായതിനു ശേഷവും അതിൻ്റെ ആഴങ്ങളെ കാണാൻ എനിക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ജീവിതം നശിച്ചു പോകാം. ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതം നശിക്കാനായിട്ട് അവൻ ഒരു കർമ്മങ്ങളും ചെയ്യണമെന്നില്ല. മ്ലേച്ഛതകൾ ഒരു വ്യക്തിയുടെ ചുറ്റിലും കുമിഞ്ഞുകൂടുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന നിസ്സഹായതയിൽ വേദനിക്കുന്ന ഇരകൾക്ക് പലപ്പോഴും കുമ്പസാരക്കൂടുകൾക്ക് ആശ്രയമില്ലാതെയായി പോകും. കാരണം കുമ്പസാരക്കൂടുകളിലേക്ക് പലപ്പോഴും കടന്നു വരുന്ന വ്യക്തി കാണുന്നത്, ഞാൻ 3 മാസമായിട്ട് കുമ്പസാരിച്ചിട്ട് അതു മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്ത കർമ്മങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത കർമ്മങ്ങളിലില്ലെങ്കിലോ? ഇരയ്ക്ക് കുമ്പസാരക്കൂട്ടിൽ എന്ത് സ്ഥാനമാണുള്ളത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇരയായപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിമായവൻ്റെ അവൻ്റെ വേദന അവൻ എങ്ങനെ ഞാൻ ചെയ്ത കർമ്മമായിട്ട് പറയും? അങ്ങനെ ഒരു തലമുണ്ട്. പലപ്പോഴും നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുകയും നീ പാപിയാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ ചുഴ്ന്നു നിൽക്കുന്ന പാപത്തെയും ആ പാപത്തിൻ്റെ ഉപജാപങ്ങളിൽപ്പെട്ട് നീറുന്ന മനസ്സുകളെയൊക്കെ കാണാൻ കഴിയാതെയാകുന്നു. പൗരോഹിത്യത്തെക്കുറിച്ചും കുമ്പസാരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ പാപത്തിൻ്റെ ആഴത്തിലുള്ള ശക്തിയെക്കുറിച്ചും നമ്മളെയൊക്കെ ചൂഴ്ന്നു നിൽക്കുന്ന വേദനകളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് വെറുമൊരു ചർച്ചയ്ക്ക് മാത്രമായിട്ടല്ല, ഒരു അനുഭൂതിയായിട്ട്, ഒരു ദൈവ സമ്പാദനത്തിൻ്റെ വേദികളായിട്ടൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ഒരുപക്ഷെ പലപ്പോഴും നമ്മളുടെ ഒരു സ്ഥാപിത വിശ്വാസ രീതികളിൽ ഒരുപക്ഷെ ഈ ഇരയുടെ വേദനയ്ക്ക് സ്ഥാനങ്ങളെ കണ്ടിട്ടില്ല.
ഒരുപക്ഷെ നമ്മൾ വീണ്ടും ആഴത്തിലുള്ള കരുണയെ പ്രദർശിപ്പിക്കുന്നവരായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഇര അല്ലെങ്കിൽ ബലിയാട്, പീഡിപ്പിക്കുന്നവർ എന്ന് പറയുന്ന ശബ്ദമില്ലാത്ത, ഒന്നും ചെയ്യാത്ത ഒരു കൂട്ടരുണ്ട്. അവരുടെ അധികാരികൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ വ്യക്തികളുടെ ഉള്ളിൽ നിറയുന്ന വേദനകൾ എന്താണെന്ന്. ഖബറിങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കുമായിരുന്നു, അങ്ങ് ഏത് തരത്തിലുള്ള മധ്യസ്ഥനാണ് ആകാൻ പോകുന്നത്? കാരണം ഈ വിശുദ്ധന്മാരൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണെന്ന് പറയും. അങ്ങ് എങ്ങനെയുള്ള മധ്യസ്ഥനാണ് ആകാൻ പോകുന്നത്? ഒരു മൃദു ചിരിയോടെ പിതാവ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി, ഞാൻ ഇരകളുടെ വേദന അറിയുന്ന മധ്യസ്ഥനാകാനാണ് ആഗ്രഹിക്കുന്നത്. ശബ്ദമില്ലാത്തവരുടെ ഇനിയും ഒരിക്കൽ കൂടി എന്ന് പറയുന്ന രക്ഷാകരമായ തിരുത്തലിലൂടെ തൻ്റെ അന്തസ്സിനെയും വ്യക്തിത്വത്തെയും മഹത്വത്തെയും ഒക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇരകളുടെ മധ്യസ്ഥനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഇര എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ അതൊരു വ്യക്തിയല്ല, ഒരു സമുദായത്തിനും ഇരയായിക്കൂടെ? ഒരു സ്ഥാപനത്തിന് ഇരയായിക്കൂടെ? ഒരു സഭയ്ക്ക് ഇരയായിക്കൂടെ? ഒരു ദേശത്തിന് തീർച്ചയായിട്ടും ആകാൻ കഴിയും. പുത്തൻകൂർ സമുദായത്തിൻ്റെ ജീവിത വേദന ഇരകളുടെ വേദനയായിരുന്നില്ലേ? ഉദയംപൂർ സൂനകദോസിൽ നടന്ന എല്ലാ കർമ്മങ്ങളും അതിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കൊക്കെ വേട്ടയാടപ്പെട്ടതിൻ്റെ, ബലിയാടായതിൻ്റെ വലിയൊരു നിസ്സഹായതയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ കൂനംകുരിശിലെ കയറ് കെട്ടി കരഞ്ഞ വ്യക്തികളുടെ ആ ശബ്ദം അത് വിജയഹുങ്കാരമായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് അലച്ചു ചെല്ലുന്ന നിസ്സഹായനായ കുറെ ഇരകളുടെ കരച്ചിലായിരുന്നില്ലേ? ആ കരച്ചിലുകൾ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു. അതൊക്കെ വിജയഹുങ്കാരങ്ങളായിട്ടും തോൽപ്പിക്കാനായി കടന്നു വന്ന കുറെ ആളുകളുടെ മനോഭാവങ്ങളൊക്കെയായി നമ്മൾ തർജ്ജമ ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷെ ആബേലിൻ്റെ രക്തം പോലെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നില്ലേ? ചിലപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, ഇന്ന് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണുന്ന ആ ഒരു വേദന അല്ലെങ്കിൽ ഒരു നിസ്സഹായത, അത് കൂനംകുരിശിൽ കയറ് കെട്ടി കരഞ്ഞ നല്ല മനുഷ്യരായ നമ്മുടെ പൂർവികന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന പുനരൈക്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ കുറവല്ലേ? നമ്മൾ അവരുടെ വേദനയെ തിരിച്ചറിഞ്ഞില്ല എന്നതല്ലേ യഥാർത്ഥമായ അവസ്ഥ. നമ്മൾ പലപ്പോഴും വിചാരിച്ചു അവർക്ക് ആർക്കൊക്കെയോ എതിരായി യുദ്ധം ചെയ്യുന്ന ഒരു പ്രതീതിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ? പക്ഷേ ഇരകളായിരുന്നു അവരെല്ലാവരും. ഏതൊക്കെ ഉപജാപങ്ങളിൽപ്പെട്ട്, അകത്തളങ്ങളിലെ ലാഭക്കൊതികളിൽപ്പെട്ട് ഒരു ജീവിതം മുഴുവനും വേദനയോടെ ജീവിക്കാൻ കഷ്ടപ്പെട്ടവർ. പിന്നീട് നമ്മൾ പുത്തുംകൂറും പഴയ കൂറും ഒക്കെ ആയപ്പോൾ അതിലും ഇരകളുടെ വേദനകളല്ലേ നിറഞ്ഞു നിന്നിരുന്നത്. ഇവാനിയൻ വഴി തുടങ്ങുന്നത് ഇരയുടെ ആത്മവേദനയുമായി താദാത്മ്യം പ്രാപിക്കലിൽ നിന്നാണ്. ആരെയും ജയിക്കാനോ തോൽപ്പിക്കാനോ ഒന്നുമല്ല. പക്ഷെ നമ്മളുടെ ആ ഒരു നിശബ്ദതയിൽ അല്ലെങ്കിൽ നമ്മൾ മൗനമായിട്ടിരുന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സഭയെ, നമ്മുടെ സമൂഹത്തെ ഒക്കെ നമ്മൾ ശോധന ചെയ്യുമ്പോൾ ഉള്ളിൽ നിറഞ്ഞു വരുന്ന, തിങ്ങി വരുന്ന ഒരു നിസ്സഹായത, ആരും ഞങ്ങളെ സഹായിക്കാനില്ലെന്നുള്ള ഒരു നിസ്സഹായത. പിന്നീട് ഭാഗ്യശക്തികളുടെ ഉപജാപങ്ങളിൽപ്പെട്ട് പലപ്പോഴും പല ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് മാറിപ്പോകുമ്പോൾ അവരൊക്കെ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിൽക്കാനും അങ്ങനെയുള്ള ജീവിതങ്ങളിലൊക്കെ പോകാൻ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ ഒരു നല്ല നേതൃത്വത്തിൻ്റെ കുറവ്, അവരുടെ ശബ്ദമാകാനായിട്ട് ഒരു വിശുദ്ധിയുള്ള മനുഷ്യൻ്റെ കുറവൊക്കെയല്ലേ പലപ്പോഴും സമൂഹങ്ങളെ ഇരകളായിട്ട് തന്നെ നിലനിർത്തുന്നത്. അവിടെ
പിതാവിൻ്റെ ആ ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ നേതൃത്വം നമ്മൾ ഇരകളുടെ വേദനയെ ക്രിയാത്മകമായിട്ട് സർഗാത്മകമായി പ്രതികരിക്കുന്ന ഒരു പദ്ധതിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. സമുദായത്തിൻ്റെ നിസ്സഹായതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അല്ലെങ്കിൽ ഇരകളുടെ ഇടയിൽ ഒരുവനാകാൻ, ഒരുമിച്ച് ഒരു ശബ്ദമാകാൻ കഴിഞ്ഞതിലാണ് പുനരൈക്യത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് പ്രസക്തി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇവാനിയൻ സ്പിരിച്വാലിറ്റിക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. അവിടെ വ്യക്തിയെ ഒരിക്കലും പാപി എന്ന് പറയുകയോ, അല്ലെങ്കിൽ അവർ ആരാധിക്കാത്തവരാണ്, അല്ലെങ്കിൽ അവർ നോമ്പ് നോക്കാത്തവരാണ് എന്നൊന്നും പറയുന്നില്ല. പൗരസ്ത്യ വിശ്വാസ തലങ്ങളിൽ ഒരു കുടുംബം പോലും ഒരു ദയറ പോലെയായിരുന്നു. ഇത്രയും പ്രാർത്ഥനയും ഉപവാസങ്ങളും അച്ചടക്കമുള്ള കുടുംബങ്ങൾ ഒരുപക്ഷെ ആഗോള സഭയിൽ കാണുക ഒത്തിരി വിരളമാണ്. പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ ഒത്തിരി നിസ്സഹായത നീറി നിന്നിരുന്നു എന്ന് പിതാവ് മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിതാവ് അവർ ചീത്തയാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് മാറേണ്ടത് എന്നതിനപ്പുറം നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒരു സ്വീകാര്യ ബലിയായിട്ട് സമർപ്പിച്ചുകൂടെ? മലങ്കര കുർബാനയിലെ പ്രമേയോൻ പ്രാർത്ഥനയിൽ പൊന്തി വരുന്ന ആ ഒരു വചനം, കർത്താവേ, ഞങ്ങളെ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി സമർപ്പിക്കാനായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങനെ നമ്മെ തന്നെ ഒരു സ്വീകാര്യ ബലിയായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഈ പുനരൈക്യ ചിന്തകളുടെ തുടക്കങ്ങളെ എപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും നമ്മുടെ ഉള്ളിലും ഈ ഇരകളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴൊക്കെ വാട്സപ്പിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് മീറ്റു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. മീറ്റുകളുടെ കഥകൾ ഒത്തിരി പുറത്തേക്ക് വരും. ഈ മീറ്റുകൾക്കുള്ളിൽ ഇരകളെ കണ്ടൂടെ? അല്ലെങ്കിൽ കുഞ്ഞുമക്കളെ അവർ ഉപയോഗിക്കുന്ന അവസ്ഥകളിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒത്തിരി സോഷ്യൽ ഇൻഈക്വാലിറ്റികൾക്കുള്ളിൽ ഒക്കെ വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ ഇരയായപ്പെട്ടവൻ്റെ വേദനകളെ നമ്മൾക്ക് കണ്ടൂടെ? പുത്തൻകൂർ സമുദായത്തിൽ പുനരൈക്യ കാലങ്ങളിലേക്ക് അടുക്കുമ്പോൾ 270 വർഷക്കാലത്തെ നിസ്സഹായയുടെ വേദന അതിൽ നിറഞ്ഞു നിന്നിരുന്നു. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ദൈവസന്നിധിയിൽ നമുക്ക് വളരെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണത്. എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം? നമ്മളിൽ നിസ്സഹായത വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇരകളാക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഉപജാപങ്ങളിൽപ്പെട്ട്, അത് അധികാരവർഗങ്ങളായിക്കോട്ടെ, പൗരോഹിത്യ അടിച്ചമർത്തലുകളായിക്കോട്ടെ, ബറാബാസിനെ വിട്ടുതരാൻ പറഞ്ഞിട്ടുള്ള പൗരോഹിത വർഗത്തിൻ്റെ ആ ഒരു കോളിളക്കം സൃഷ്ടിക്കുന്നതായിക്കോട്ടെ, ലാഭക്കൊതിയുടെ ചില ജയപരാജയങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിക്കോട്ടെ, അതൊക്കെ ഒരു സമൂഹത്തെ ശ്വാസം മുട്ടിക്കാം. 1 വർഷം 2 വർഷമല്ല, നൂറ്റാണ്ടുകളോളം അങ്ങനെ ഒരു ജനതയെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് നിർത്താം. അപ്പം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എങ്ങനെ പ്രതികരിക്കാം? 4 തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ കഴിയും. എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു അതുപോലെയാണ് ആ യാത്ര തുടങ്ങുക. ആ യാത്ര ചെന്നെത്തുന്നതും അത്തരത്തിലുള്ള പ്രതികരണങ്ങളുടെ പൂർത്തീകരണത്തിലായിരിക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു അവസ്ഥ വിശേഷം സംജാതമായിരുന്ന ഇസ്രായേൽ ജീവിതത്തിനെ കാണാം. ഇസ്രായേലിന് എന്ത് സംഭവിച്ചു എന്ന്. ദൈവത്തിൻ്റെ ജനതയായിരുന്നു, വളരെ നല്ല മനുഷ്യരായിരുന്നു. പക്ഷെ അവർക്ക് ചുറ്റും മ്ലേച്ഛതകൾ ഊറിക്കൂടിയപ്പോൾ, അത് അധികാരവർഗികൾ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ആ ജനതയിലെ എല്ലാ വ്യക്തികളും ഒരുപോലെ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? പക്ഷേ മ്ലേച്ഛതകൾ നിറഞ്ഞ് അവർ ഒരു ദിവസം മനസ്സിലാക്കി, അവർ ബാബിലോണിലേക്കുള്ള വഴിയിലൂടെ, അടിമത്തത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെന്ന്. അവിടെ ഇരുന്ന് അവർ വിലപിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, അപരിചിതരുടെ നാട്ടിൽ ഞങ്ങൾ എങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു പാട്ട് പാടും?
അവരുടെ കിന്നരങ്ങളെ മരച്ചില്ലകളിൽ തൂക്കിയിട്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വലത് കൈ തളർന്നു പോകട്ടെ. കാരണം ഈ കിന്നരങ്ങൾ വെച്ച് ദൈവത്തിൻ്റെ പാട്ടുകൾ ഞങ്ങളെങ്ങനെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ അപരിചിതരുടെ ദേശത്ത് ഞങ്ങളെങ്ങനെ ചെയ്യും? അതിലൊരു ഇരയായവരുടെ വേദന പൊന്തി വന്നിരുന്നു. പക്ഷെ അങ്ങനെ പോയവരുടെ കൂട്ടത്തിൽ 4 തരം പ്രതികരണങ്ങളുണ്ടായി. ഒരു കൂട്ടര് അങ്ങനെ സംഭവിച്ചപ്പോൾ പറഞ്ഞു, ഈ മർദൂക്ക്, ബാബിലോണിയയിലെ ദൈവത്തിൻ്റെ പേരായിരുന്നു മർദൂക്ക്. അവർ പറഞ്ഞു യാവേ തോറ്റു, മർദൂക്ക് ജയിച്ചു. അവർ വിശ്വാസത്തിൽ നിന്ന് തന്നെ വിട്ടുപോയി. സഭയിലും സമുദായത്തിലൊക്കെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മൂട്ടിൽ പൊടിയും തട്ടി ഇതൊന്നും ആർക്കും പറഞ്ഞ പരിപാടിയല്ല എന്നും പറഞ്ഞ് വിട്ടുപോവാണ്. അതൊരു യാത്രയിലേക്ക് അവൻ പോകുന്നേ. പക്ഷെ അവൻ എത്തുന്ന ആ യാത്രയുടെ അപ്പുറത്ത് ഒന്നുമില്ലായ്മയിലേക്കാണ് അവൻ നടന്നു നീങ്ങുന്നത്. അവൻ വിചാരിക്കുന്നു അവൻ പ്രതികരിക്കുകയാണെന്ന്. പക്ഷെ അതൊരു പ്രതികരിക്കലല്ല, അത് ഒരു സ്വയം നശിപ്പിക്കലായിട്ട് മാറി. തൻ്റെ വിശ്വാസങ്ങളെ വരെ വിട്ടുകളഞ്ഞു. പിന്നീട് അവൻ എത്തി നിൽക്കുന്ന തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലങ്ങളിലേക്കൊക്കെ ആയിരിക്കും ആ വ്യക്തികൾ പോകുന്നത്. രണ്ടാമത്തെ കൂട്ടര് പോണ വഴിക്ക് നോക്കിയപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണ്, ബാബിലോണ് മാത്രം മോശമുള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ അവർ പറഞ്ഞു ഏതായാലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി, അതിലൊക്കെ ദൈവത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമുക്ക് അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് പിടിച്ചു കയറാം. അങ്ങനെ അവർ നോക്കിയപ്പോൾ ഈ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആ ഏരിയയൊക്കെ വളരെ നല്ലതാണ്. അവരവിടെ കൂടി നല്ല വ്യവസായമൊക്കെ ചെയ്ത് താഴ്ച വളർന്ന് പ്രവാസി ഹിബ്രു ആളുകളായിട്ട് വളരെ സൂപ്പറായിട്ട് അവർ ജീവിച്ചു. ദാനിയേലൊക്കെ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് പിന്നെ പൊന്തി വരിക. അവർ പിന്നീട് തനതായ ചിന്തകളിലേക്കോ തിരിച്ചു വരവിനെക്കുറിച്ചോ പുനരൈക്യത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചില്ല. അവർ പറഞ്ഞു ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ വി ആർ ഹാപ്പി, പണിയെടുക്കണം, എന്തെങ്കിലും കഴിക്കണം, മക്കളെ വളർത്തണം, അതൊക്കെ തന്നെയല്ലേ ജീവിതം. അതിൻ്റെ അപ്പുറം എന്താ ഇത്രയും വലിയ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് അവർ പിന്നെ ഒരു യാത്രയ്ക്ക് ഒന്നും താല്പര്യം എടുത്തില്ല. മൂന്നാമത്തെ കൂട്ടര് പറഞ്ഞു, അവരുടെ ഉള്ളിൽ അനുതാപം അങ്ങനെ കയറി വന്നു. അടിമകളായിട്ട് താമസിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തത് കൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളെയും ലംഘിച്ചു. അപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ദൈവം ഞങ്ങൾക്ക് തന്ന ശിക്ഷയാണ്, ഞങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു. അവർ നിയമങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും കടന്നു ചെല്ലാൻ തുടങ്ങി. അങ്ങനെയാണ് പഴയ നിയമത്തിലെ നിയമാവർത്തനം എന്ന് പറയുന്ന ഒരു പുസ്തകം വരുന്നത്. നമ്മളതിനെ ഡ്യൂട്രോണമിസ്റ്റ് എന്ന് പറയും. അത് ബാബിലോൺ പ്രവാസകാലത്ത് ഈ ഇസ്രായേൽ ജനത വീണ്ടും ദൈവത്തിൻ്റെ നിയമങ്ങളിലേക്ക് കടന്നു ചെന്ന് വേദനയോടുകൂടെ പറയുന്നതാണ്, കർത്താവേ നിന്റെ നിയമങ്ങളൊന്നും ഞങ്ങൾ പാലിച്ചില്ല, ഞങ്ങൾ എല്ലാവരും പാപികളാണ്, ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. അവർ അവിടെ തന്നെ പ്രാർത്ഥിച്ച് സ്നേഹിച്ചു കൂടി. അവർ പറഞ്ഞു നമുക്കിനി ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയിൽ നമ്മെ തന്നെ സമർപ്പിക്കണം, നമുക്കായിരിക്കുന്ന അവസ്ഥയിൽ ഇനി ഒരു ഡിസ്റ്റർബൻസും ചെയ്യാതെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടാം. അപ്പോൾ അവർ ആ അവസ്ഥയെ തന്നെ ഒരു സ്റ്റെബിലൈസ് ചെയ്യാനും എന്നാൽ അതിലൊരു അല്പം ഡിസിപ്ലിനൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. നാലാമത്തെ കൂട്ടർ, അവിടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് ചുറ്റും ഉറഞ്ഞുകൂടുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ അതൊക്കെ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനുള്ള സോപാനങ്ങളാക്കി മാറ്റാം എന്ന് അവർ കരുതി. അവർ ആ സിറ്റുവേഷനെ അല്പം കൂടി ആഴത്തിൽ വിശ്ലേഷണം ചെയ്യാൻ തുടങ്ങി. ആ ഗ്രൂപ്പ് അവരായിരിക്കുന്ന അവസ്ഥയെ വീണ്ടും കാണുകയും ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നതെന്നും ആരുടെ കൂടെയാണ് ദൈവം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ആഴത്തിലുള്ള അറിവുകൾ വരാൻ തുടങ്ങി. ഈ ഗ്രൂപ്പാണ് സമയത്തിൻ്റെ ഉള്ളിൽ ഒരു പള്ളിയെ നിർമ്മിച്ചത്. നമ്മളതിന് സാബത്ത് എന്ന് പറയും. ആരാധിക്കാൻ കഴിയാതെ ആയിരുന്നപ്പോൾ അന്ന് ഇനി പള്ളിയിലും പോകണ്ട, അങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ട എന്ന് പറയുന്നതിന് പകരം അവർ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു പള്ളി നിർമ്മിച്ചു. എന്നിട്ട് അതിനുള്ളിലേക്ക് കയറി അവർ അവരുടെ ദൈവത്തെ ആരാധിച്ചു. അതാ ക്രിയേറ്റിവിറ്റി.
അയ്യോ ഞങ്ങൾക്ക് പള്ളിയില്ല, അയ്യോ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോയി, ഞങ്ങളുടെ സംസ്ഥേരി മാറിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിയുടെ രൂപം മാറിപ്പോയി, അയ്യോ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നല്ല. ആ മാറിയ അവസരത്തിലെ നീക്കപ്പെടാൻ പാടില്ലാത്തതിനെ നിലനിൽക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായിട്ട് അവർ പ്രതികരിച്ചു. അതിനോടൊപ്പം തന്നെ അവരുടെ ചിന്തകളിൽ അവർ മാറ്റങ്ങളെ വരുത്തി. അങ്ങനെയാണ് നമ്മുടെ പഴയ നിയമത്തിന് ഇപ്പോഴുള്ള ആദ്യത്തെ അധ്യായത്തെ കിട്ടുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന പഴയ നിയമത്തിൽ തോറ എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന 2-ാമത്തെ അധ്യായമായിരുന്നു 1-ാമത്തെ അധ്യായം. അതുകൊണ്ടാണ് നമ്മുടെ ബൈബിളിൽ സൃഷ്ടിയുടെ വിവരണി 2 പ്രാവശ്യം വന്നിരിക്കുന്നത്. ആ 1-ാമത്തെ അധ്യായം അവർ എഴുതി ചേർത്തു ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക്. എന്നിട്ട് പറഞ്ഞു, സൃഷ്ടികളുടെ അവസാനത്തിൽ അവർ ആ വാചകത്തെ വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് കേട്ടു, അത് നല്ലതായിരുന്നു എന്ന് കണ്ടു, അത് നല്ലതായിരുന്നു എന്ന് കണ്ടു. അവരെഴുതിയതാണ്. അതിന് പ്രീസ്റ്റ്ലി ഗ്രൂപ്പ് എന്ന് പറയും. നമ്മൾ പഴയ നിയമമൊക്കെ ബൈബിളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പറയും അവരെ പ്രീസ്റ്റ്ലി ഗ്രൂപ്പ് എന്ന് പറയും. അവർ പിന്നീട് പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളും ആ പുതിയ അറിവ് വെച്ച് അവർ അതിനെ റീ എഡിറ്റ് ചെയ്യും. ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ അറിവ് അവർക്ക് വരും. അവരാണ് പിന്നീട് എസ്ര, നെഹമായ എന്നൊക്കെ പറയുന്ന നേതൃത്വത്തിൽ തിരിച്ചു വരികയും ജെറുസലം പണിയുകയും രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന പുനരൈക്യപ്പെട്ട പുതിയ ഇസ്രായേൽ, ദ റെമനന്റ് എന്നൊക്കെ അവർ പറയും. ഇവാനിയൻ വഴിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവാനിയൻ തുടക്കങ്ങളെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കുമ്പോൾ പുനരൈക്യം ഈ 4-ാമത്തെ തലത്തിലുള്ള ഒരു പ്രതികരണമാണ്. ഉദയംപൂർ സുനഗദോസിനെയും കൂനംകുരിശ് സത്യത്തെയും ഒക്കെ നമ്മൾ ആ ഒരു ട്രാൻസിഷൻ്റെ സമയമായിട്ട് കാണുകയാണെങ്കിൽ അവിടെയും 4 തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാബിലോണിലെ അത് ഒരു 70 വർഷക്കാലം എടുത്തു അങ്ങനെ ഒരു പ്രതികരണം വരാനും ആ ഗ്രൂപ്പ് ദൈവിക വഴികളെക്കുറിച്ച് കൂടുതൽ അറിയാനും തിരിച്ചു വന്ന് പുനരൈക്യപ്പെടാനും ഒക്കെ 70 വർഷങ്ങൾ എടുത്തു. പക്ഷെ പുത്തങ്കൂർ സമുദായത്തിൽ അത് 270 വർഷങ്ങളോളം എടുത്തു. അങ്ങനെ വളരാനുണ്ടായ ഒരു കാരണം ഒരുപക്ഷെ എസ്ര, നെഹമയെ പോലെ ആ ഒരു പുതിയ രീതിയിലുള്ള തിങ്കിങ്ങുകളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പ്രവാചക ശബ്ദമായിട്ട് വരാൻ ദൈവം മാർ ഇവാനിയോസ് പിതാവിനെ പോലെയുള്ള ഒരു വ്യക്തിയെ രൂപപ്പെടുത്തി പൊന്തിച്ചു കൊണ്ടുവരുന്നത് വരെ ആ ഗ്രൂപ്പ് കാത്തു നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുനരൈക്യം ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയിൽ ഞങ്ങൾ കിടക്കുന്നത് എന്ന് പറയുന്ന നിയമാവർത്തനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റുകളല്ല. ആഴത്തിലുള്ള പാപബോധത്തിലേക്കും സന്യാസത്തിലേക്കും സ്വയം വിശുദ്ധീകരണത്തിലേക്കും ഒക്കെ ആ ജനത പിന്നീട് കടന്നു ചെല്ലും. പക്ഷെ ആ ജനത തുടങ്ങുന്നത് നമ്മൾ നിസ്സഹായരായി നമ്മുടെ ചുറ്റും ഉറഞ്ഞുകൂടുന്ന മ്ലേച്ഛതകൾക്കുള്ളിൽ നിസ്സഹായരായിട്ട് കിടക്കേണ്ടവരല്ല എന്നുള്ള തിരിച്ചറിവാണ്. നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ കഴിയും ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്നുള്ള തിരിച്ചറിവിലാണ് ഈ ഗ്രൂപ്പ് ഈ പുനരൈക്യത്തിലേക്ക് കടക്കുന്നത്. ഇര തൻ്റെ ജീവിതത്തെ സർഗാത്മകമായി കാണുകയും എനിക്ക് ഇനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് മുനിയായി ലോകത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു ചിന്താരീതിയിൽ നിന്നല്ല അത് തുടങ്ങുന്നത്. അത് ജയിച്ചവന്റെ മനഃശാസ്ത്രപരമായ ഒരു ഔന്നത്യത്തിൽ നിന്നുമല്ല, ഐ ഹാവ് വൺ എന്ന് പറയുന്നതിലും അല്ല, മറിച്ച് ഇരയുടെ നിസ്സഹായതയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. It begins to ask, help me. God help me. എന്നെ സഹായിക്കണമേ. എൻ്റെ ഈ നിസ്സഹായതയിലേക്ക് അത് ഒരു മരണത്തിൻ്റെ താഴ്വരയിൽ കൂടിയുള്ള ഒരു യാത്ര പോലെ ആണെങ്കിലും എന്നോട് കൂടെ ആയിരിക്കണമേ. ഗിവ് മി എ ചാൻസ്. ഇനിയും ഒരിക്കൽ കൂടി എനിക്ക് തന്നൂടെ. ഇളകപ്പെട്ടവ സൃഷ്ടിക്കപ്പെട്ടവ മാറ്റിക്കളഞ്ഞ് നിന്റെ ആ ഒരു മക്കളാകാനുള്ള മഹത്വത്തിലേക്ക് വീണ്ടും കടന്നു വരാനായിട്ട് എന്നെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരു ആരംഭത്തിൽ നിന്നാണ് ഇവാനിയൻ വേ തുടങ്ങുന്നത്. അതുകൊണ്ട്
പുത്തൻകൂറിൻ്റെ സമുദായത്തിൻ്റെ കഥ വായിച്ചാൽ എല്ലാവർക്കും ഈ ഇരയായതിൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. M.M. വർക്കി എഴുതിയ ഒരു അൽമായനാണ് അദ്ദേഹം. വളരെ പണ്ഡിതനായ ഒരു വ്യക്തി. അങ്ങനെയുള്ള അൽമായരും നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നത് ഐ റിയലി ഫീൽ സോ ഹാപ്പി ടു റീഡ് സച്ച് പേഴ്സൺസ്. അദ്ദേഹം അന്ന് പുനരൈക്യ കാലത്ത് നടന്ന സംഭവ വികാസങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് എക്സ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് 3 തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഈ പുനരൈക്യത്തിൻ്റെ ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പുനരൈക്യം തുടങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2 റംബാനച്ചന്മാർ, മലങ്കര സഭയിലെ റംബാനച്ചന്മാർ എന്ന് പറഞ്ഞാൽ ദേ ആർ ബിഷപ്പ് ഡെലഗേറ്റ്സ്. അവർ ഓർത്തഡോക്സ് സഭയിലായിരുന്നവരായിരുന്നു. സോ ദോസ് പീപ്പിൾ ക്യാൻ ബിക്കം ബിഷപ്പ്. ദേ ആർ ലൈക്ക് അതിൻ്റെ ബിഷപ്പ് കാൻഡിഡേറ്റ്. അങ്ങനെ 2 റംബാനച്ചന്മാർ, ഒരു പുലിക്കോട്ട് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയും ചേപ്പാട്ട് ഫിലിപ്പോസ് എന്ന് പറയുന്ന 2 റംബാനച്ചന്മാർ പിതാവിൻ്റെ ഒരു സഹായികളായിരുന്നു, നല്ല പണ്ഡിതന്മാരുമായിരുന്നു. അവർ ഈ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ഇതിങ്ങനെ പൊന്തി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പുനരൈക്യത്തിൻ്റെ ആവശ്യകതയുണ്ടോ, ഇങ്ങനെ ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് വളരെ നിഷ്പക്ഷമായി പഠിച്ച് അവർ ഒരു പുസ്തകം എഴുതി, 2 പേരും കൂടി. അതിന് കുഴൽ കണ്ണാടി എന്ന് പറയും. കുഴൽ കണ്ണാടി എന്ന് പറഞ്ഞാൽ ഒരു ടെലസ്കോപ്പ്, ദൂരത്തിലേക്ക് നോക്കുക. അവർ ഈ പുത്തൻകൂർ സമുദായത്തിൻ്റെ ഇരകളാകുന്നതിൻ്റെ വേദനയെ വളരെ സുന്ദരമായിട്ട് ആവാഹിക്കും. കടന്നു പോകുന്നത് നല്ലതായിരിക്കും. ആ ഒരു സമുദായത്തിൻ്റെ ഉള്ളിൽ വന്ന വേദന, അത് പലതരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകും. പക്ഷെ റംബാനച്ചന്മാർ കാണാൻ തുടങ്ങും, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് നിൽക്കാതെ നമുക്ക് സർഗാത്മകമായി പ്രതികരിച്ചുകൂടെ? അങ്ങനെ ഒരു പ്രതികരണത്തിൻ്റെ പ്രതിഫലനമല്ലേ പുനരൈക്യം എന്ന് അവർ ആർഗ്യൂ ചെയ്ത് സ്ഥാപിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവർ പറയും, ഈ വലിയ നദിയിലേക്ക് ഞങ്ങളും എടുത്തു ചാടുന്നു, അതിൻ്റെ ഓളങ്ങളിലൂടെ ഞങ്ങളും പുനരൈക്യത്തിൻ്റെ തീരങ്ങളിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയും. പുനരൈക്യം കഴിഞ്ഞതിന് കുറേ മാസങ്ങൾക്ക് ശേഷം വേറൊരു പുസ്തകം ഇറങ്ങി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഭൂതക്കണ്ണാടി. അത് ആരെഴുതിയത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നിഗൂഢതകളുണ്ട്. പലരും പലതരത്തിൽ പറയുന്നു, ഇവരായിരിക്കും എഴുതിയിരിക്കുന്നത്, അവരായിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷേ പുനരൈക്യത്തെ വളരെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല, വല്ല കണ്ണാടിയുടെ ഉള്ളിൽ ഭൂതം ഇരിക്കുന്നുണ്ടോന്നില്ല. അതിന് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ആളുകൾക്ക്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. മൈക്രോസ്കോപ്പിലൂടെ വളരെ ചെറിയ കാര്യങ്ങൾ വരെ വളരെ വലുതാക്കി, 1000 മടങ്ങൊക്കെ വലുതാക്കി കാണാം. അങ്ങനെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായ സ്ഥലങ്ങളിൽ പോലും വൈറസ് നടക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മളൊരു ജീവിതത്തെ കാണുക. നമ്മളെല്ലാവരും ഭൂതക്കണ്ണാടി വെച്ച് നടക്കും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ കൂടെ തന്നെ പുഴുക്കൾ ഇറങ്ങണത് നമുക്ക് കാണാൻ പറ്റുന്ന പറയുന്നത്. അങ്ങനെ അയ്യേ കൈകോടെ പോണ് വന്നിട്ട് എപ്പോഴും പേടിച്ച് ഗ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുക. ഭൂതക്കണ്ണാടി വെച്ച് ഒരുത്തിൻ്റെ ജീവിതത്തെ നോക്കരുത്. നോർമലായിട്ടുള്ള കണ്ണാടികൾ വെച്ച് നോക്കണം, അല്ലെങ്കിൽ നോർമൽ കണ്ണിലൂടെ നോക്കണം. അങ്ങനെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കാൻ തുടങ്ങി. ഇതൊക്കെ മ്ലേച്ഛതയായിരുന്നു. പുനരൈക്യത്തിലും മ്ലേച്ഛതകൾ കണ്ടു, സ്വാർത്ഥതകൾ കണ്ടു. ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു അത് വലിയൊരു പ്രതികരണങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ആൽമായൻ, ഈ വളരെ പഠിച്ച ഈ നല്ലൊരു ആൽമായൻ, ഈ 2 കാര്യങ്ങളെയും, കുഴൽ കണ്ണാടിയിലൂടെ നോക്കുന്ന വീക്ഷണത്തെയും ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുന്ന വീക്ഷണത്തെയും അതിനെ ചുറ്റി നിൽക്കുന്ന ആ സാഹചര്യങ്ങളെയും വളരെ നിഷ്പക്ഷമായും വസ്തുതാപരമായുമായിട്ട് പഠിച്ചിട്ട് 1931 ഒരു പുസ്തകം എഴുതും. വലിയ പുസ്തകങ്ങളാണ് ഇവർ എഴുതുന്നത്. നോക്കുലേക്ക് 300 പേജ് അങ്ങനെ എഴുതി നിറച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേരാണ് എക്സ്റേ. വളരെ പ്രതീകാത്മകമായിട്ടുള്ള സമീപനങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. പുനരൈക്യത്തെയും അല്ലെങ്കിൽ ഇവാനിയൻ യാത്രയെയും നിങ്ങൾക്ക് കുഴൽ കണ്ണാടിയിലൂടെ കാണാം, അതല്ലെങ്കിൽ ഭൂതക്കണ്ണാടിയിലൂടെ കണ്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യത്തിനെയും സ്ഥൂലീകരിച്ച് കാണാം, അല്ലെങ്കിൽ ഒരു എക്സ്റേയിലൂടെ കാണാം.
ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ നിൽക്കുന്ന, നമ്മളൊക്കെ ചൂഴ്ന്നു നിൽക്കുന്ന മ്ലേച്ഛതകൾ എങ്ങനെ വരുന്നു, അതിനോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ള ഒരു എക്സ്റേ വ്യൂ നമുക്ക് കാണാൻ കഴിയും. പുനരൈക്യം ഒരു എക്സ്റേ വ്യൂ ആണ്. അത് കുഴക്കണ്ണാടിയിലൂടെ അകലെ കണ്ട് കാണുന്ന ഒരു സ്വപ്നമോ അല്ലെങ്കിൽ ഭൂതക്കണ്ണാടിയിലൂടെ എല്ലാത്തെയും സ്ഥൂലീകരിച്ച് കാണുന്ന ഒന്നുമല്ല. പക്ഷെ അതിൻ്റെ സ്ട്രക്ചറുകളെ കാണുന്ന, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കാണുകയും അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നല്ല ലേമാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തിങ്കിങ്ങുകളും കൂടിയാണ്. ഒരുപക്ഷെ പിതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല കാര്യങ്ങളെയും ഈ 3 പ്രതികരണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സഹായത തോന്നുന്നുണ്ടോ? വളരെ ഫിലോസഫികളെ മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബിസിനസ്സിനെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇടവകയെ ശ്രദ്ധിക്കുക. ഇതിനൊക്കെ കാണുകയും മണക്കുകയും ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് പൊന്തുന്നുണ്ടോ ഒരു തരം ആങ്കർ. പക്ഷെ ആങ്കറിൽ എന്തു ചെയ്യും? സഭ വിട്ടുപോവോ? പള്ളി വിട്ടുപോവോ? 100 കണക്കിന് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുമോ? അതല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ അകലെ നിന്ന് കണ്ട് നമ്മുടെ ഈവനിങ്ങുകളെയൊക്കെ ചാനൽ ചർച്ചകളുടെ ഉത്സവങ്ങളാക്കോ? പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ തോണ്ടിയെടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഞാൻ പ്രതികരിച്ചു, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് 4 ട്രോളിട്ട് ഞാൻ വലിയ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു സ്യൂഡോ പ്രതികരണവാദികളായിട്ട് മാറും. ഒരു സിനിമയെ ഞാൻ ഓർക്കുന്നു, ശ്രീനിവാസിൻ്റെ ഒരു സിനിമ. അദ്ദേഹം ഈ ട്രേഡ് യൂണിയനിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നീട് ആൾ ഗൾഫിൽ പോയി. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഇനി എത്ര മണിക്കൂറുണ്ട് ജോലി തീരാൻ? പറഞ്ഞു, ഇനിയും ഉണ്ടേ കുറേ സമയം കൂടി. 8 മണിക്കൂറല്ലേ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വലിയൊരു 6.5 അടി പൊക്കോ വണ്ണുള്ളൊരു മനുഷ്യനെ കാണിച്ചിട്ട് പറയും, ഇത് അയാളാണ് സൂപ്പർവൈസർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിരുന്നു പറയും. അപ്പോൾ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ് എയർ പിടിച്ചിട്ട് ഈ വ്യക്തിയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെല്ലുക. അപ്പോൾ ആ വ്യക്തി ചോദിക്കും എന്ന് ചോദിക്കുന്ന വഴിയിൽ ഇദ്ദേഹം എന്ന് പറഞ്ഞ് കൈ കാണിക്കുക, എനിക്ക് ഒന്നിനു പോകണമെന്ന്. അപ്പോൾ ആ വലിയ മനുഷ്യൻ പറയും, അതെ അവിടെ ബാത്റൂം എന്ന് പറയും. എന്നിട്ട് ആൾ ബാത്റൂമിൽ പോയി വാതിലടച്ചതിന് ശേഷം 2-3 സിന്ദാബാദ് വിളിയും, പ്രതികരിക്കുകയാണ്. നിസ്സഹായനാണ് ആ വ്യക്തി. തൻ്റെ ചുറ്റും കുമിഞ്ഞുകൂടുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ബാത്റൂമിൽ പോയി എന്നിട്ട് 2 ഇൻക്ലാബ് വിളിച്ചാൽ പോരാ. അതൊക്കെയാണ് ഈ ട്രോൾ വിളിയും ലൈക്കടിയൊക്കെ. ബാത്റൂമിൻ്റെ ഉള്ളിൽ വിപ്ലവം നടത്താൻ ആഗ്രഹിക്കുന്നവർ. ശരിയായ പ്രതികരണത്തിന് അതിന് പുനരൈക്യം വരണം, അതിന് ക്രിയാത്മകമായിട്ട് ചിന്തിക്കണം, അതിനെ അറിയണം, ഇരയുടെ വേദനയെ അറിയണം. അതാ പ്രവാചകന്മാർ. അതിന് സമുദായത്തെ അറിയണം. എന്താണ് വേദനയെന്നും ഈ വേദനകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും തിരിച്ചറിയണം. അതിന് ഉപജാപങ്ങളുടെ അകത്തളങ്ങളിലെ ചില കാര്യങ്ങൾ അറിയണം. എന്നിട്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വചനത്താൽ ഇതൊക്കെ ശരിയാണോ എന്ന് പഠിക്കണം. എന്നിട്ട് ദൈവവുമായിട്ട് ആദ്യം പുനരൈക്യപ്പെടണം. അവൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്ന്. എന്നിട്ട് അവൻ്റെ പേരിൽ ഒരു ജനതയുടെ അടുത്തേക്കും പ്രകൃതിയുടെ അടുത്തേക്കും ഒക്കെ പുനരൈക്യപ്പെടുന്നതിനിറങ്ങണം. അതല്ലെങ്കിൽ നമ്മൾക്കൊക്കെ നമ്മുടെ ഈവനിങ്ങളെ വിപ്ലവാത്മകമാക്കാം. അങ്ങനെ ഒരു സന്യാസത്തിൻ്റെ ഭരണകൂടീരത്തിൻ്റെ ഉള്ളിലിരുന്ന് വിപ്ലവം പ്രസംഗിക്കാനോ, അതല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം ഈ ലോകത്തിലാണ് മ്ലേച്ഛത, എനിക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുന്ന സന്യാസത്തിൻ്റെ മൗനം നിന്ന് മുനിയാകുന്ന പ്രവണതയിലേക്ക് ഒന്നും കടക്കാൻ ഈ വലിയ മനുഷ്യൻ ആഗ്രഹിച്ചില്ല. ഈ വലിയ മനുഷ്യൻ പ്രതികരിക്കാൻ ആഗ്രഹിച്ചു. അത് തൻ്റെ സമുദായത്തിൻ്റെ നിസ്സഹായതയെ നെഞ്ചിലേറ്റി അവരുടെ ശബ്ദമാകാൻ ആഗ്രഹിച്ചു. പലപ്പോഴും ഞാൻ മലങ്കര സഭയുടെ എഴുത്തുകൾ വായിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും പറയുന്ന ഒരു ശബ്ദമുണ്ട്, മാർ ഇവാനിയോസ് എന്ന് പറയുന്ന പ്രവാചകൻ. ആ പ്രവാചക ശബ്ദം എന്താ? പ്രവാചക ശബ്ദം, പ്രവാചകന്മാർ എപ്പോഴും ഇരകളുടെ ശബ്ദമായിരുന്നു.
ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനും ശുദ്ധീകരിക്കാനും ആഹ്വാനം ചെയ്ത ഇരകൾക്ക് ശബ്ദമാകാൻ വന്നവരായിരുന്നു പ്രവാചകന്മാർ. അവർ ദൈവം അയച്ചവരായിരുന്നു. അവർ ഒരു ജനതയെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രതികരിക്കാനും പുനരൈക്യപ്പെടുത്താനും പുതിയ രീതികളെ കണ്ടുപിടിക്കാനും സഹായിച്ചു. അങ്ങനെ ചെയ്തവരുടെ ഉള്ളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്നു. പുനരൈക്യം, വീണ്ടും പറയുന്നു, ഇരയുടെ പ്രതികരിക്കലാണെന്ന്. അത് ബുദ്ധിപൂർവമായ ശരിപ്പെടുത്തലുകളോ കൗശലപൂർണമായ ക്രമീകരണങ്ങളോ അല്ല, മറിച്ച് ആവിഷ്കരിക്കുന്നതാണ്. അതിൽ ദൈവവും സഭയും മനുഷ്യരും പ്രകൃതിയും ഒന്നുചേരുന്ന സവിശേഷമായ ഒരു സുവിശേഷാത്മകതയുണ്ട്. നമുക്കിന്ന് ഇവിടെ വെച്ച് പിരിയാം. നമ്മൾ ഇവാനിയൻ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇരകളുടെ വലിയ മധ്യസ്ഥൻ നമുക്ക് കൂട്ടായിരിക്കട്ടെ, ശബ്ദമായിരിക്കട്ടെ. പുത്തൻകോർ സമുദായത്തിൻ്റെ വേദന മനുഷ്യ സമുദായത്തിൻ്റെ വേദനയുടെ നേർക്കാഴ്ചയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. വേദനിക്കുന്നവൻ്റെ അരികിലാണ് ദൈവം എന്നറിയിച്ചതാണ് മാർ ഇവാനിയസിലൂടെ ലോകത്തിന് കൊടുത്ത പുനരൈക്യ ആധ്യാത്മികത. അത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഒരു കൊച്ചു സമുദായമോ അല്ല, മറിച്ച് ഒരു വലിയ സമുദായത്തിനെ അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ സ്പർശിക്കുന്ന ഒരു ആധ്യാത്മിക ദർശനമായി മാറി. നിനക്കും എനിക്കും നമ്മൾക്കും അത് ഒരു ഇനിയും ഒരിക്കൽ കൂടി എന്ന ഒരു ചുവടുവെപ്പാണ്. ഇളകപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്തും നീക്കം ചെയ്യാൻ പാടില്ലാത്തവയെ തിരിച്ചറിഞ്ഞും വീണ്ടും പുനരൈക്യപ്പെടുന്നതാണ്. മണ്ണിനോടും മനുഷ്യനോടും സമുദായത്തോടും എല്ലാവരോടും പുനരൈക്യപ്പെടുന്ന ഇര തൻ്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയുന്ന ഒരു ആധ്യാത്മിക വിപ്ലവമാണത്. വീണ്ടും കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇരകളാകുന്നത്? ഒരു ഇരയുടെ മനസ്സിൽ നടക്കുന്ന ആധ്യാത്മിക സംഘർഷങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് കേൾക്കാം. നമ്മുടെ യാത്രയെ നമ്മൾ മുന്നോട്ട് വയ്ക്കാം. ഒരു പ്രാർത്ഥന ശകലം നമ്മൾക്ക് ചിന്തിക്കാം. കുർബാനയിലെ പുരോഹിതൻ്റെ കരച്ചിൽ, പുരോഹിതൻ പരിശുദ്ധാത്മാവ് വരാനായിട്ട് പ്രാർത്ഥിക്കും. തൻ്റെ ആ രഹസ്യങ്ങളുടെ മുകളിൽ ആവസിച്ചതിന് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാവങ്ങളും രൂപങ്ങളും മാറും. പരിശുദ്ധാത്മാവ് വന്നു എന്ന് വിചാരിക്കുന്ന ആ മുഹൂർത്തത്തിൽ ഈ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ ഉത്തരമരുളി ഞങ്ങളോട് ദയ തോന്നണമേ. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അങ്ങനെ ചോദിക്കുക. പുനരൈക്യത്തിന് ദാഹത്തിലേക്ക് നിൽക്കുന്ന എല്ലാ നിസ്സഹായതയിൽ നിറഞ്ഞ ഇരകളും അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സമുദായത്തിനോടും ഞങ്ങളുടെ സഭയോടും കുടുംബത്തിനോടും ദയ തോന്നിക്കണമേ. കുറേലായിശോൻ, കുറേലായിശോൻ, കുറേലായിശോൻ.